നമസ്കാരം. ഇൻഫിനിറ്റ് സ്റ്റോറീസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഈ പറയാൻ പോകുന്ന അമ്പലത്തിൽ പോയി നിങ്ങൾ എല്ലാവരും ശ്രീകൃഷ്ണസ്വാമിക്ക് ഞാൻ ഈ പറയുന്ന പോലെ മഞ്ഞപ്പട്ട് സമർപ്പണ വഴിപാട് ചെയ്യണേ. ഒരുപക്ഷെ എന്നെക്കൊണ്ട് ഇന്നിതിവിടെ പറയിച്ചതും നിങ്ങളിത് കേൾക്കാനിടയായതും ആ ശ്രീകൃഷ്ണസ്വാമി നിമിത്തമായിരിക്കും. ഭഗവാനാണ് എന്നെക്കൊണ്ടിത് പറയിച്ചത്, നിങ്ങളിത് കാണുവാൻ ഇടയാക്കിയത് എന്ന് പറയുന്നത്. കാരണം ഒരുപാട് കുടുംബങ്ങളെ ജീവിതത്തിലെ ദുരിതങ്ങളിൽ നിന്ന് രക്ഷിച്ച ഒരു വഴിപാടാണ് മഞ്ഞപ്പട്ട് വഴിപാട്, അതിൻ്റെ യഥാവിധി ചെയ്താൽ എന്നുള്ളത്. അതായത് വെറുതെ മഞ്ഞപ്പട്ട് വാങ്ങി കൊടുത്തിട്ട് കാര്യമില്ല, അത് യഥാവിധി ഞാൻ ഈ പറയുന്ന രീതിയിൽ ചെയ്യണം. ചെയ്തു കഴിഞ്ഞാൽ ആ വീടുകളൊക്കെ രക്ഷപ്പെട്ട ചരിത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നുള്ളതാണ്. ഏറ്റവും ശക്തിയുള്ള ഞാൻ ഈ പറയുന്ന ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിങ്ങൾ മഞ്ഞപ്പട്ട് വാങ്ങിക്കൊടുത്ത് തൊഴുതു നോക്കൂ, നിങ്ങളുടെ ജീവിതം രക്ഷപ്പെട്ടിരിക്കും എന്നുള്ളതാണ്. ഒരുപാട് അനുഭവങ്ങൾ എൻ്റെ അടുത്ത് വരാറുള്ള ഒരുപാട് പേർക്ക് ഞാൻ ഇത് പറഞ്ഞു കൊടുക്കുകയും അവരൊക്കെ പോയി ചെയ്തിട്ട് തിരുമേനി ഞങ്ങളുടെ ജീവിതം അതിനുശേഷം അടിമുടി മാറി എന്ന് പറയുകയും ചെയ്തിട്ടുള്ള വഴിപാടാണ്. ഏത് നാളുകാർക്കും ചെയ്യാം കേട്ടോ. ശ്രീകൃഷ്ണസ്വാമി എന്ന് പറഞ്ഞാൽ അറിയാവല്ലോ, അനുഗ്രഹം വാരിക്കോരി ചൊരിയുന്ന ദേവനാണ്, പ്രേമസ്വരൂപനാണ്, സ്നേഹനിധിയാണ് ഭഗവാൻ എന്ന് പറയുന്നത്. ഭഗവാന്റെ നടക്കൽ ചെന്ന് ഭക്തിയുള്ള മനസ്സോടുകൂടി മഞ്ഞപ്പട്ട് ഞാൻ ഈ പറയുന്ന രീതിയിൽ സമർപ്പിച്ചു നോക്കൂ, ആ വീടിൻ്റെ ദുരിതങ്ങൾ തീരും, ആ വ്യക്തിയുടെ ദുരിതങ്ങൾ തീരും, ആ കുടുംബം രക്ഷപ്പെടും എന്നുള്ളതാണ്. ഒരുപാട് അമ്മമാർ തങ്ങളുടെ മക്കളുടെ ഉയർച്ചയ്ക്കായിട്ട് ഈ വഴിപാട് ചെയ്യുകയും മക്കൾക്ക് ജീവിതത്തിൽ ഒരുപാട് ഉയർച്ചയും ഐശ്വര്യവും ലഭിക്കുകയും കൂടെ ചെയ്തിട്ടുള്ള ഒരു വഴിപാടാണ്. അതുകൊണ്ട് അമ്മമാർക്ക് പ്രത്യേകിച്ച് ഇത് ചെയ്യാം. അല്ല സ്വയം ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വയമോ അല്ലെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ പേരിലോ ഈ മഞ്ഞപ്പട്ട് വഴിപാട് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ഏത് അമ്പലത്തിലാണ് ഇത് ചെയ്യേണ്ടത്, എങ്ങനെയാണ് യഥാവിധി ഇത് ചെയ്യേണ്ടത്? വെറുതെ മഞ്ഞപ്പട്ട്, നമ്മളൊക്കെ ക്ഷേത്രത്തിൽ പോകുമ്പോൾ വെറുതെ മഞ്ഞപ്പട്ട് വാങ്ങി സമർപ്പിക്കാറുണ്ട്. അത് വെറുതെ സമർപ്പിച്ചാൽ പോരാ, ഞാൻ ഈ പറയുന്ന വിധിപ്രകാരം ഒന്ന് സമർപ്പിച്ചു നോക്കൂ, അതിന് ഫലം ഇരട്ടിയാണ്. അവിടം കൊണ്ട് നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടും. വെച്ചടി സാമ്പത്തികമായിട്ടായാലും അല്ലാതെ ആയാലും ജീവിത വിജയങ്ങളായാലും ഒക്കെ നിങ്ങളെ തേടി എത്തുന്നതുമായിരിക്കും. അപ്പം ഭഗവാനെ സാക്ഷി നിർത്തി, നാരായണനെ സാക്ഷി നിർത്തി, ഭഗവാൻ കൃഷ്ണനെ സാക്ഷി നിർത്തി, ഗുരുവായൂരപ്പനെ സാക്ഷി നിർത്തി പറയുന്നു, ഇത് നിങ്ങളുടെ ജീവിതത്തിലെ വഴിത്തിരിവാണ്. അല്ലെങ്കിൽ ഒരിക്കലും ഈശ്വരൻ ഇത് നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്ന് എത്തിക്കില്ല. ഞാനിതിവിടെ പറയാൻ ഒരില പോലും അനങ്ങാൻ ഭഗവാൻ സമ്മതിക്കില്ല. നിങ്ങളിൽ ഇത് എത്തിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, ഞാനിത് പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഭഗവാന്റെ ഇച്ഛയാണ്, ഭഗവാൻ നിയന്ത്രിച്ചിട്ടാണ് ഇതെല്ലാം നടന്നിരിക്കുന്നത് എന്നുള്ളത്. അപ്പം ദീർഘിപ്പിക്കുന്നില്ല, എന്താണ് വഴിപാട്, എന്താണ് ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് പറഞ്ഞുതരാം. ആദ്യം തന്നെ നിങ്ങൾ ഒരു മഞ്ഞപ്പട്ട് വാങ്ങുക. മഞ്ഞപ്പട്ട് വാങ്ങുക എന്ന് പറയുമ്പം നിങ്ങൾക്ക് പൂജാ സ്റ്റാളുകളിൽ നിന്നോ ക്ഷേത്ര സമീപത്തെ സ്റ്റാളുകളിൽ നിന്നോ അല്ല നിങ്ങൾക്ക് തുണിക്കടയിൽ നിന്നോ, എങ്ങനെയാണ് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച്. ഇപ്പം എല്ലാവർക്കും കൂടിയ പട്ടൊന്നും വാങ്ങിക്കാൻ പറ്റണമെന്നില്ല, സാധാരണയായിരിക്കും വാങ്ങാൻ സാധിക്കുന്നത്, ക്ഷേത്ര സ്റ്റാളിൽ നിന്ന് കിട്ടുന്നതായിരിക്കും വാങ്ങാൻ സാധിക്കുന്നത്, അത് മതി. അല്ല നിങ്ങൾക്ക് കുറച്ചുകൂടെ നല്ല രീതിയിൽ വാങ്ങണമെന്നുണ്ടെങ്കിൽ അങ്ങനെയാകാം. ഒരു നല്ല മഞ്ഞപ്പട്ട് വൃത്തിയുള്ളത് നോക്കി പൂജാ സ്റ്റാളിൽ നിന്നോ അമ്പലത്തിൻ്റെ അടുത്ത സ്റ്റാളിൽ നിന്നോ അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തുണിക്കടയിൽ നിന്നോ ഒരു നല്ല മഞ്ഞപ്പട്ട് തുണി വാങ്ങുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം. അത് വാങ്ങി നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവരണം. വേറെ എങ്ങും പോകാൻ നിൽക്കരുത്, നേരെ അത് വാങ്ങി വീട്ടിൽ, അതിനായിട്ട് ഇറങ്ങുമോ അല്ലെ പോകുന്ന വഴിക്ക് അത് വാങ്ങിക്കൊണ്ട് നേരെ വീട്ടിൽ വന്ന് കയറുക. അത് വാങ്ങുന്നതിനോടൊപ്പം മറ്റൊരു കാര്യം കൂടെ എല്ലാവരും വാങ്ങിക്കണം കേട്ടോ, ഒരു മണി വാങ്ങിക്കണം. ഈ പട്ടിൻ്റെ കൂടെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മണി എന്ന് പറയുന്നത്. നമുക്കുണ്ടാവുമല്ലോ, അമ്പലമണി ഉണ്ടാവുമല്ലോ, വലുതൊന്നും വേണ്ട, ചെറുതായാലും മതി, ഒരു കുഞ്ഞു മണിയായാലും മതി, നിങ്ങളുടെ കഴിവിനനുസരിച്ച്. ചിലപ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു മണി വാങ്ങാനായിരിക്കും അതിന് നിങ്ങൾക്ക് ഇപ്പം കഴിയുന്നത്, ഇപ്പം നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയും കാര്യങ്ങളും നോക്കുന്ന സമയത്ത് കഴിയുന്നതെന്ന് പറയുന്ന ഒരു ചെറിയ മണി വാങ്ങി, അത് മതി. അല്ല നിങ്ങൾക്കൊരു അത്യാവശ്യം ഒരു ഇച്ചിരി വലിപ്പമുള്ള മണിയായിരിക്കണം, അല്ലെങ്കിൽ ഒരു ഇടത്തരം മണിയായിരിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയാകാം. അപ്പോൾ ആ പട്ടും മണിയും നിങ്ങൾ ഒന്നിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് വെക്കുക എന്ന് പറയുമ്പം പൂജാമുറിയിലോ വിളക്ക് വെറ്റിക്കുന്നിടത്തോ കൊണ്ടുവന്ന് വെക്കുക. എല്ലാ വീട്ടിലും ചിലപ്പം പൂജാമുറി ഉണ്ടാവണമെന്നില്ല അല്ലേ, എല്ലാ വീട്ടിലും പൂജാമുറി, ചില വീടുകളിൽ വിളക്ക് കത്തിക്കാനായിട്ട് അല്ലെങ്കിൽ വിളക്ക് വെക്കാനായിട്ട് ഒരു പ്രത്യേക ഇടമായിരിക്കും ഉള്ളത്, അതിനൊരു മുറിയായിട്ടുണ്ടാവണമെന്നില്ല. ഒന്നുകിൽ പൂജാമുറി ഉള്ളവർ മുറിക്കകത്ത് കൊണ്ടുവന്ന് ആ വിളക്ക് കത്തിക്കുന്നതിൻ്റെ മുന്നിലായിട്ട് വെക്കുക, അല്ലെങ്കിൽ വിളക്ക് വെക്കുന്ന എവിടാണോ ആ ഒരു ഭാഗത്തായിട്ട് കൊണ്ടുവന്ന് ഐശ്വര്യമായിട്ട് വെക്കുക.
അതിനോടൊപ്പം ഒരു പിടി പണവും കൂടെ വെക്കണം. എന്താണ് ഒരു പിടി പണം എന്ന് പറയുന്നത്? വേറെ ഒന്നുമില്ല, ഒരു 10-50 രൂപ ചില്ലറ മാറി വെക്കുക. ചില്ലറ മാറി വെച്ചിട്ട് ആ ചില്ലറ മാറുന്നതാണ് ഒരു പിടി പണം എന്ന് പറയുന്നത്. നമ്മളുടെ കൈവെള്ള കൊണ്ട് പിടിച്ചെടുക്കുന്ന ഒരു പിടി നാണയമില്ലേ, അതാണ് ഒരു പിടി പണം അല്ലെങ്കിൽ ഒരു പിടി നാണയം എന്ന് ഉദ്ദേശിക്കുന്നത്. ഒരു പിടി നാണയം എടുക്കുക, അതും ഈ പട്ടിൻ്റെയും മണിയുടെയും കൂടെ വെക്കുക ഐശ്വര്യമായിട്ട്. എവിടെ വെക്കണം? വിളക്ക് വറ്റിക്കുന്നിടത്ത് അല്ലെങ്കിൽ വിളക്ക് കത്തിക്കുന്നിടത്ത്, പൂജാമുറിയിൽ അല്ലെങ്കിൽ വിളക്ക് വയ്ക്കുന്നിടത്ത് ഐശ്വര്യമായിട്ട് കൊണ്ടുവന്ന് വെക്കുക. വെച്ച് കഴിഞ്ഞാൽ 3 ത്രിസന്ധ്യ ആ വിളക്ക് കത്തുന്നിടത്ത് ഈ വസ്തുക്കൾ ഇരിക്കണം എന്നുള്ളതാണ്. അതായത് നിങ്ങൾ അമ്പലത്തിൽ, ഞാൻ പറയുന്ന ക്ഷേത്രത്തിൽ പോകാൻ ഉദ്ദേശിക്കുന്നത് 4ാമത്തെ ദിവസം ആയിരിക്കണമെന്ന് സാരം. അതിനു മുമ്പുള്ള 3 ത്രിസന്ധ്യ, കൃത്യമായി 3 ത്രിസന്ധ്യ നിലവിളക്ക് കത്തിക്കുന്നിടത്ത് ഈ പട്ടും മണിയും പിടിപ്പണവും വെക്കുക എന്നുള്ളതാണ്. പട്ട് മണി, അതിൻ്റെ മഞ്ഞപ്പട്ട് വെച്ചു, അതിൻ്റെ മുകളിൽ മണി വെച്ചു, അതിനെ ചുറ്റി നാണയം വെച്ചു. ഇത് 3ഉം കൂടെ ഒരു പൂജാതാലത്തിലോ ഒരു പേപ്പർ വിരിച്ചിട്ടോ ഒരു തുണി വിരിച്ചിട്ടോ ഐശ്വര്യമായിട്ട് ആ നിലവിളക്ക് വറ്റിക്കുന്നതിൻ്റെ അടുത്ത് വെക്കുക. സന്ധ്യയ്ക്ക് വിളക്ക് വയ്ക്കുമ്പോൾ ഇത് നിലവിളക്കിൻ്റെ മുന്നിൽ ഇരുന്നിട്ടുണ്ടാകണം, സമർപ്പിക്കപ്പെട്ടിട്ടുണ്ടാവണം എന്നുള്ളതാണ്. ക്ഷേത്രവും നിങ്ങളുടെ വീടും കൂടെ ചേരുന്ന ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യാനായിട്ട് പറയുന്നത്. നിങ്ങളുടെ വീട്ടിലെ ഈശ്വര സ്ഥാനത്ത് നിന്ന് ക്ഷേത്രത്തിലെ ഈശ്വര സാന്നിധ്യം നിറഞ്ഞ, ചൈതന്യം നിറഞ്ഞ ആ പ്രതിഷ്ഠയിലേക്ക് നിങ്ങൾ സമർപ്പിക്കുകയാണ്. അപ്പോൾ ആ ചൈതന്യം തിരിച്ച് നിങ്ങൾ ആ സമർപ്പിച്ച് കഴിയുമ്പോൾ ആ ചൈതന്യം നിങ്ങളുടെ വീട്ടിലെ പൂജാമുറിയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ നിലവിളക്കിൽ, നിങ്ങൾ കത്തിക്കുന്ന വിളക്കിടത്തേക്ക് വരും എന്നുള്ളതാണ് ഇതിൻ്റെ സങ്കല്പം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് യഥാവിധി ചെയ്യണമെന്ന് എടുത്തു പറഞ്ഞത്. അപ്പം പട്ട് വെച്ചു, മുകളിൽ മണി വെച്ചു, ചില്ലറ നാണയം ഒരു പിടി പണം വെച്ചു, ഇത് നിലവിളക്കിൻ്റെ മുന്നിൽ 3 ത്രിസന്ധ്യയ്ക്ക് വിളക്ക് കത്തിക്കുക. 3 ത്രിസന്ധ്യ കഴിഞ്ഞ് കഴിയുമ്പം 4ാമത്തെ ദിവസം രാവിലെയോ അല്ലെങ്കിൽ 4ാമത്തെ ദിവസം വൈകുന്നേരമോ ക്ഷേത്രത്തിൽ പോവുക. കുളിച്ച് ശുദ്ധിയായി വ്രതശുദ്ധിയോടുകൂടി ഈ 3 ദിവസവും നിൽക്കാവുന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും ഗംഭീരം എന്ന് പറയുന്നത്. എന്താണ് വ്രതശുദ്ധി എന്ന് പറയുന്നത്? ഈ മണിയും പട്ടും നാണയവും വെച്ചിരിക്കുന്ന 3 ദിവസത്തെ അല്ലെങ്കിൽ 3 ദിവസം കഴിയുന്നതും മത്സ്യമാംസാദികളൊക്കെ ഒഴിവാക്കി ഒരു വ്രതം നിൽക്കുന്ന, വീട്ടിലെല്ലാവർക്കും വ്രതം നിൽക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും അത് ചെയ്യുന്ന ആൾ, കർമ്മം ചെയ്യുന്ന ആൾ വ്രതം നിൽക്കുന്നത് ഏറ്റവും നന്നായിരിക്കും. വ്രതം നിൽക്കുക എന്ന് പറഞ്ഞാൽ പട്ടിണി കിടക്കുക എന്നല്ല, തെറ്റിദ്ധരിക്കരുത്. പോയിട്ട് ആഹാര ജലപാനം ഒന്നും ഇല്ലായിരിക്കേണ്ട, നിങ്ങൾക്ക് ആഹാരം കഴിക്കാൻ എടുക്കാൻ കാര്യങ്ങളൊന്നുമില്ല. ഈശ്വര ജപത്തിൽ മുഴുകി മത്സ്യമാംസാദികൾ, മറ്റു ലൗകിക കാര്യങ്ങൾ, ദുശ്ചിന്തകൾ ഒക്കെ പൂർണ്ണമായിട്ട് ഒഴിവാക്കി നാരായണ നാമം ജപിച്ചുകൊണ്ട്, നാരായണ നാരായണ നാരായണ, ഓം നമോ നാരായണായ, നാരായണ നാരായണ നാരായണായ, നാരായണനെ എപ്പോഴും സ്മരിച്ചുകൊണ്ട് 3 ദിവസം വിളക്ക് കത്തിച്ചിട്ട് പൂർണ്ണ ഭക്തിയോടുകൂടി ഇതുമായിട്ട് ക്ഷേത്രത്തിലേക്ക് പോവുക. 4ാമത്തെ ദിവസം ക്ഷേത്രത്തിൽ ചെന്ന് കഴിയുമ്പം ചിലയിടങ്ങളിൽ പട്ട് സമർപ്പണത്തിന് വേണ്ടി രസീതാക്കണം, ചിലയിടങ്ങളിൽ അത് വേണ്ട. നിങ്ങൾ നേരെ കൊണ്ടുപോയിട്ട് പട്ടും മണിയും ആവുന്നതുകൊണ്ട് മണിക്ക് ചിലപ്പോൾ നിങ്ങൾ രസീത് എഴുതിക്കേണ്ടി വരും ചില ക്ഷേത്രങ്ങളിൽ നേരിട്ട് അങ്ങ് സമർപ്പിച്ചാൽ മതി എന്നുള്ളതാണ്. അപ്പം എങ്ങനെയാണ് അവിടുത്തെ രീതി എന്ന് ചോദിച്ചറിഞ്ഞ് ഈ പട്ടും മണിയും കൊണ്ടുപോയി പിടിപ്പണവുമായിട്ട് സമർപ്പിക്കുക. പിടിപ്പണം ഭഗവാന്റെ നേരെ വെച്ചിരിക്കുന്ന കാണിക്ക വഞ്ചിയിൽ അഥവാ ഭണ്ഡാരത്തിൽ നിക്ഷേപിക്കുക. മണി എന്ന് പറയുന്നത് ക്ഷേത്ര നടയ്ക്കൽ തിരുമേനിയുടെ കയ്യിൽ കൊടുക്കുക. അല്ല എന്നുണ്ടെങ്കിൽ ക്ഷേത്രത്തിൽ ചില ക്ഷേത്രങ്ങളിൽ അതവിടെ തൂക്കാനായിട്ട് കെട്ടാനായിട്ടൊക്കെയുള്ള അവസരം ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചെയ്യുക. ഇല്ലെങ്കിൽ ഈ പട്ടിന് മുകളിൽ വെച്ച് പട്ടും മണിയും അത് നിങ്ങൾക്ക് അവിടുത്തെ തിരുമേനിയുടെ അടുത്ത് കൊടുക്കാവുന്നതാണ്. തിരുമേനി ആ പട്ട് ചാർത്തും മണി ഭഗവാന്റെ നടയ്ക്കൽ ഭഗവാന്റെ പാദത്തിങ്കൽ വെച്ച് അവിടെ സമർപ്പിക്കപ്പെടും എന്നുള്ളതാണ്. ഇത് സമർപ്പിച്ച് ഭഗവാനെ വലം വെച്ച് തൊഴുത് ഓം നമോ നാരായണായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ നാരായണായ ചൊല്ലി പ്രാർത്ഥിച്ച് വലം വെച്ച് വരിക. എന്തെങ്കിലും ആഗ്രഹങ്ങൾ ഇതിന് പിന്നിലുണ്ട് എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കണം, നമ്മൾ ഒരുപാട് ജീവിതത്തിൽ വല്ലാതെ കിടന്ന് കഷ്ടപ്പെട്ടിട്ട് നടക്കാതിരിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ഭഗവാനോട് ഈ ഒരു അവസരത്തിൽ പറയാവുന്നതാണ്. പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ പോലും അറിയാതെ ഒരു അത്ഭുതം എന്നോണം ജീവിതത്തിൽ നടന്നു കിട്ടുകയും ചെയ്യുന്നതാണ്. ഏറ്റവും സത്യമുള്ള കാര്യമാണ് കേട്ടോ. ഇപ്പം എന്ത് ആഗ്രഹം ഉണ്ടെങ്കിലും, ഇപ്പം മക്കളുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയാണെന്നുണ്ടെങ്കിൽ ഭഗവാനെ എൻ്റെ മക്കളുടെ കാര്യം ഇങ്ങനെയൊക്കെയാണ്, അതൊന്ന് അവിടുന്ന് പരിഗണിക്കണം, അവിടുന്ന്
എല്ലാ അനുഗ്രഹങ്ങളും നൽകണം എന്നുള്ള രീതിയിൽ പ്രാർത്ഥിക്കുക. അല്ല എന്തെങ്കിലും പ്രത്യേക കാര്യസാധ്യത്തിന് വേണ്ടിയാണ് അത് പറയുക. ഇല്ല, കുടുംബത്തിൻ്റെ മൊത്തം പുരോഗതിക്കും ഉയർച്ചയ്ക്കും വേണ്ടിയാണ് അങ്ങനെ. ചില വീടുകളൊക്കെ ഉണ്ട് അനർത്ഥങ്ങളും ഇടങ്ങേറും കാരണം ഒരു രീതിയിലും ജീവിക്കാൻ പറ്റാതെ കിടന്ന് വലയുന്ന വീടുകൾ. അങ്ങനെയുള്ള ഗൃഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈശ്വരനോട് പോയി ആ പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ പറയുക എന്നുള്ളതാണ്. കൊണ്ടുപോയി സമർപ്പിക്കുക. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ചോദ്യം മനസ്സിലുണ്ടാവും, ഏത് ക്ഷേത്രത്തിലാണ് ഇത് ചെയ്യേണ്ടത് എന്നുള്ളത്. ക്ഷേത്രം ഞാൻ 10 ക്ഷേത്രങ്ങൾ പറഞ്ഞു തരാം. ഈ 10 ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രങ്ങളിൽ ഏതെങ്കിലും ഒരു അമ്പലത്തിൽ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത്. മറ്റ് ക്ഷേത്രങ്ങൾ മോശമാണെന്നല്ല, നിങ്ങൾക്ക് ഏതെങ്കിലും ക്ഷേത്രത്തിൽ ചെയ്യാൻ പറ്റുമോയെന്ന് സംശയമുണ്ടെങ്കിൽ ചോദിക്കാൻ, ഞാൻ പറയുന്നതാണ്. പക്ഷേ ഈ 10 ക്ഷേത്രങ്ങൾ ഏറ്റവും വിശേഷപ്പെട്ട 10 ക്ഷേത്രങ്ങളാണ്. ഈ 10 അമ്പലത്തിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ അതായിരിക്കും കൂടുതൽ കേമം. മറ്റു മോശമാണെന്നല്ല, മറ്റും ഇതേ ഫലം തന്നെയാണ്. പക്ഷേ ഈ 10 ക്ഷേത്രങ്ങൾ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ക്ഷേത്രങ്ങളായതുകൊണ്ടാണ് അത് ഞാൻ എടുത്തു പറയുന്നത് എന്ന് ഉള്ളത്. അപ്പോൾ ആ 10 ക്ഷേത്രങ്ങളെന്ന് പറയുന്നത്, ഒന്നാമത്തത് മുഖത്തല ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. മുഖത്തല മുരാരി എന്ന് പറയും. മുഖത്തല ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം കൊല്ലം ജില്ലയിൽ മറ്റുമാണ്. മുഖത്തല ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലാണ് ഒന്നാമത്തേത് എന്ന് പറയുന്നത്. രണ്ടാമത്തേത് എന്ന് പറയുന്നത് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം. നിങ്ങളെല്ലാം കേട്ടിട്ടുള്ളതായിരിക്കും. ഭഗവാന്റെ ഏറ്റവും വലിയ വിഗ്രഹങ്ങളിലൊന്ന് കുടികൊള്ളുന്ന ക്ഷേത്രമാണ്. അപാര ചൈതന്യമുള്ള ക്ഷേത്രമാണ് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം. അതുപോലെ അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം കെങ്കേമമാണ് കേട്ടോ. അമ്പലപ്പുഴ ക്ഷേത്രം 3. നാലാമത്തേതെന്ന് പറയുന്നത് നമ്മളുടെ ലോകത്ത് തന്നെ ആദ്യം നട തുറക്കുന്ന ക്ഷേത്രം തിരുവാർപ്പ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം കോട്ടയം ജില്ലയിലാണ്. തിരുവാർപ്പ് അമ്പലത്തിൽ ചെയ്യുന്നത് ഏറ്റവും ഗംഭീരമാണ്. അതുപോലെ നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ഏറ്റവും ഗംഭീരമായിട്ടുള്ളൊരു അമ്പലമാണ്, 5ാമത്തെ അമ്പലം. 6ാമത്തേതെന്ന് പറയുന്നത് തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം, ഗംഭീര ഫലം കിട്ടുന്നതാണ്. അതുപോലെ ചിറ്റൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം, എറണാകുളം ജില്ലയിലെ ചിറ്റൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ഏറ്റവും നല്ലതാണ്. അതുപോലെ നമ്മുടെ തിരുവമ്പാടി ഭഗവാന്റെ ദേവസ്ഥാനം, അതായത് തിരുവമ്പാടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം വഴിപാട് ചെയ്യാൻ ഏറ്റവും ഗംഭീരമാണ്. അതുപോലെ തിരുച്ചിറ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ഏറ്റവും ഗംഭീരമാണ്. അതുപോലെ നമുക്ക് കൃഷ്ണമൂല ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം, വയനാട്ടിലുള്ള കൃഷ്ണമൂല ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. ഇപ്പോൾ 10 ക്ഷേത്രങ്ങൾ ഞാൻ പറഞ്ഞു തന്നു. ഈ 10 അമ്പലങ്ങളിൽ ഏതെങ്കിലും ഒരിടത്ത് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഗംഭീരം. ഇത് പറ്റുന്നില്ല, മറ്റു ക്ഷേത്രങ്ങളാണെങ്കിൽ ചോദിച്ചോളൂ, ഞാൻ പറയാം അത് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം. അപ്പോൾ ഈ 10 അമ്പലങ്ങളിൽ ചെയ്തു കഴിഞ്ഞാൽ അത് അതിൻ്റെ ഏറ്റവും ഉച്ചസ്ഥായിയിൽ ഫലം കൊണ്ടുവരും എന്നുള്ളതാണ്. ഇപ്പം സമർപ്പിക്കേണ്ടത് നല്ല ഒരു മഞ്ഞപ്പട്ട്, അത് 3 ത്രിസന്ധ്യയ്ക്ക് വീട്ടിൽ വെച്ച് വിളക്ക് കത്തിച്ച് അതോടൊപ്പം ഒരു മണി വാങ്ങി വെച്ച് അതോടൊപ്പം ഒരു പിടി പണം വെച്ച് ഈ പണവുമായി പോയി അത് കാണിക്കയായി സമർപ്പിച്ച് പട്ട് ഭഗവാന് സമർപ്പിച്ച് മണി ഭഗവാന്റെ നടയ്ക്കൽ വെച്ച് തൊഴുത് പ്രാർത്ഥിക്കുക. ജീവിതത്തിൽ ഇത് ചെയ്തിട്ടുള്ള ഒരു കുടുംബം ഒറ്റ തവണ ചെയ്താൽ മതി. ഇത് മാസാമാസമോ വർഷാവർഷമോ അല്ലെങ്കിൽ തോന്നുമ്പോൾ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ജീവിതത്തിൽ ഒരിക്കൽ ചെയ്തു നോക്കൂ. അത് നിങ്ങളെ എല്ലാത്തരം നാശങ്ങളിൽ നിന്നും ദോഷങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും മുക്തിയായി കവചമായി നിന്ന് രക്ഷപ്പെടുത്തും എന്നുള്ളതാണ്. ചെയ്തവരൊന്നും നശിച്ച ചരിത്രമില്ല. നാൾക്ക് നാൾ ഉയർന്നിട്ടേ ഉള്ളൂ. ഞാൻ പ്രത്യേകം എടുത്തു പറയുന്നു അമ്മമാരോട്, മക്കളുടെ കാര്യത്തിന് വേണ്ടിയൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ, ഭഗവാനോട് പറഞ്ഞ് പ്രാർത്ഥിച്ചോളൂ. അത് നിങ്ങൾക്ക് ഈ ഒരു വഴിപാടിലൂടെ അവരുടെ കാര്യം ഭഗവാൻ നോക്കിക്കോളും എന്നുള്ളതാണ് ഏറ്റവും സത്യമുള്ള കാര്യമാണ്. ഒരുപാട് പേരെ അനുഭവമുള്ളവരുണ്ട്, വെറും വാക്ക് പറയുന്നതല്ല. ഭഗവാന്റെ ചൈതന്യം തൊട്ടറിഞ്ഞ ഒരു മനുഷ്യനെന്നുള്ള രീതിയിൽ പറയുന്നു. ചെയ്തവരൊക്കെ നന്നായി വന്നിട്ടേ ഉള്ളൂ. ഇതൊക്കെ ഒരു നിമിത്തമാണെന്ന് ഞാനിതിപ്പോൾ ഇവിടെ പറയാനും നിങ്ങളിത് കേൾക്കാനും ഒക്കെ ഇടയായത് ആ ഭഗവാൻ നിമിത്തമാണ്. ഭഗവാൻ വിളിക്കാതെ ആർക്കും ആ സന്നിധിയിൽ പോകാൻ തോന്നില്ല, അതിനുള്ള അരുൾപ്പാടുണ്ടാകില്ല, നിമിത്തങ്ങളുണ്ടാകില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു നിമിത്തമായി കണ്ട് എല്ലാവരും ജഗദീശ്വരനെ പ്രാർത്ഥിക്കൂ. നന്നായി വരും, കുടുംബം രക്ഷപ്പെടും, ഈശ്വരനൊപ്പമുണ്ട്. പറഞ്ഞുകൊണ്ട് അധ്യായം അവസാനിപ്പിക്കുന്നു. എന്തെങ്കിലും ചോദ്യങ്ങൾ സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ജഗദീശ്വരനെ അനുഗ്രഹിക്കട്ടെ, നന്നായിരിക്കട്ടെ. എൻ്റെ അമ്മ മഹാലക്ഷ്മി അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.